വെൽക്കം ടു പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്. നാലാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിയിങ് റെക്റ്റാങ്കുലർ കോയിൽ. സോ ദിസ് ഇസ് എ കറന്റ് ക്യാരിയിങ് റെക്റ്റാങ്കുലർ കോയിൽ A, B, C, D. ഇറ്റ് ക്യാരീസ് കറന്റ് I in clockwise direction. ഈ ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ. Now B is the length of the coil and A is the breadth. Okay. Capital B is the magnetic field acting along this direction. Capital B magnetic field ഈ parallel lines കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് acts along this direction. അപ്പോൾ each side of this rectangular coil can be considered as a current carrying conductor placed in a magnetic field. AB is a current carrying conductor placed in a magnetic field. BC is a current carrying conductor in a magnetic field. അങ്ങനെ ഓരോ സൈഡും ഈ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ഓരോ സൈഡും ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ ഫോഴ്സ് നമ്മൾ ഇക്വേഷൻ മുമ്പ് പഠിച്ചതാണ്. Force on a current carrying conductor placed in a magnetic field F equal to ILB sin theta. Okay, IL cross B or ILB sin theta. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ഓരോ സൈഡിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫോർ ദാറ്റ് വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ AB? ഈ സൈഡിൽ AB എന്നുള്ള സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ILB sin theta ആണ് ഫോർമുല. സോ എല്ലിന് പകരം നമുക്ക് ആ സൈഡിൻ്റെ ലെങ്ത് കൊടുക്കാം. B, capital B, magnetic field. And what is the angle between length and magnetic field? Length is along this direction. AB ആണ് ലെങ്ത്, magnetic field ഇങ്ങനെ. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, സോ IBB sin 90 equal to IBP. This is the magnitude of the force acting on AB. What is the direction of that force? ഏത് റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മിഡിൽ ഫിംഗർ ഇൻ ദി അപ്പർ ഡയറക്ഷൻ, കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഫോർ ഫിംഗർ എലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്, ദെൻ തം ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് ആക്ടിങ് perpendicular and into the plane. Okay, perpendicular and into the plane of the paper. Okay, അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻറ്റു ദി പ്ലെയിൻ. It would be F1. Now consider force acting on BC. ഈ സൈഡാണ് BC. So forces I, BCയുടെ ലെങ്ത് A, B, സൈൻ ആംഗിൾ എന്താണ്? ഈ ലെങ്ത് BCയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ രണ്ടും പാരലൽ അല്ലേ? അപ്പോൾ ആംഗിൾ 0, സൈൻ 0 ഈക്വൽ ടു 0. So BC experiences no force. Now what is the force acting on CD? CD side ആണ്. Forces I, B, sin angle between CD and magnetic field. CD ഇങ്ങനെയാണ്, magnetic field perpendicular. So sin 90 equal to IBB. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതായത് F2 എന്നുള്ള ഫോഴ്സ് ആക്ടിങ് ഓൺ CD. F2 ഡയറക്ഷൻ എങ്ങനെയാണ്? നേരത്തെ കറണ്ട് അപ്വേർഡ് ഡയറക്ഷനാണ്, ഇപ്പോൾ ഉള്ള വ്യത്യാസം കറണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ്. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. നേരത്തെ പെർപെൻഡിക്കുലർ ആൻഡ് ഇൻറ്റു ദ പ്ലെയിൻ ആണെങ്കിൽ ഇപ്പോൾ ഫോഴ്സ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുക. F2 എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ഫോഴ്സ് ഓൺ CD is F2 equal to IBB sin 90 equal to IBB
sin 90 1 ആയതുകൊണ്ട് direction perpendicular and outward using Fleming's left hand rule. Now what is force on DA? DA നേരത്തെ പോലെ തന്നെ I A B sin DA എന്നുള്ളതും ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആണ്. So sin 0 therefore 0. And let this force is F2, this force is F1. F2 നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? F2 perpendicular and outward ആണ്. So നമുക്ക് F2 can be represented like this. Okay, so this is F2, this is F1. അപ്പോൾ ഈ ഒരു കേസിൽ ഈ റെക്റ്റാങ്കുലർ കറൻറ്റ് ക്യാരിയിങ് കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഓൺ സൈഡ് എ ബി ദർ ഇസ് ആൻ ഇൻവേർഡ് ആക്ടിങ് ഫോഴ്സ്. ഓൺ സൈഡ് സി ഡി ദർ ഇസ് എ ഫോഴ്സ് ആക്ടിങ് ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ദീസ് ടു ഫോഴ്സസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ, ഐ ബി ബി അല്ലേ. സോ F1 and F2 are two forces which are equal in magnitude. Okay, equal in magnitude, but they are acting along different lines. Acting along different lines. എങ്ങനെയായിരിക്കും ഡയറക്ഷൻ? ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്, പക്ഷേ ഒരേ ലൈനിലൂടെ അല്ല. ഓക്കെ, ഒരേ ലൈനിലൂടെ ആയിരുന്നെങ്കിൽ ക്യാൻസൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരേ ലൈനിലൂടെ അല്ല, ഓപ്പോസിറ്റ് ലൈനിലൂടെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഡിഫറെൻറ്റ് ലൈൻസിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് റൊട്ടേഷണൽ മോഷനിൽ. ദീസ് ടു ഫോഴ്സസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ഓക്കെ, so these two forces F1 and F2 which are equal in magnitude but acting along different lines in opposite direction constitute a couple and produces a torque. Okay, produces a torque. Torque എന്ന് വെച്ചാൽ എന്താ? That means these two forces produces a turning effect. അതായത് ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ രണ്ട് ഫോഴ്സസ് കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫോഴ്സസ് മാത്രം ഒന്ന് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ഒന്ന് ഉള്ളിലേക്കാണ്, മറ്റേത് പുറത്തേക്കാണ്. രണ്ട് ലൈൻസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഇസ് വൺ ഫോഴ്സ് F1 and this is the other force F2. അത് ഈ റെക്റ്റാങ്കുലർ കോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സി എ ബി എന്നുള്ള സൈഡിൽ ഈ പോയിന്റിൽ കൺസിഡർ ചെയ്യുന്നതായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, സി ഡി എന്നുള്ള സൈഡിൽ ഈ പോയിന്റിലും ആക്ട് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ ബി എന്നുള്ള പോയിന്റിൽ ഉള്ളിലേക്കും സി എന്നുള്ള പോയിന്റിൽ പുറത്തേക്കും. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ രണ്ട് ലൈൻസ്, അതായത് ബി എന്നുള്ള പോയിന്റിൽ ഇങ്ങനെ ഉള്ളിലേക്കാണ്, സി എന്നുള്ള പോയിന്റിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? കൺസിഡർ ദിസ് ഡിസ്റ്റൻസ് ആസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. F1ഉം F2, F1 എങ്ങനെയാണെന്ന് ഓർക്കണം, ഉള്ളിലേക്ക്, F2 ഇങ്ങനെ പുറത്തേക്ക്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ആണ്. സോ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോർക്ക് ടോ ഈക്വൽ ടു one of the forces into perpendicular distance. Okay, ഒരു ഫോഴ്സ് ഇൻറ്റു അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് ടോ ഈക്വൽ ടു, ഫോഴ്സ് രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ് നമുക്കറിയാം, ഐ ബി ബി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? F1ഉം F2ഉം തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ. സോ ഐ ബി ബി ഇൻറ്റു എ, or this can be written as IAB. What is A? Area of the loop. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിൻ്റെ ഏരിയ, which is A into B, length into breadth. Okay, so area of loop, അതാണ് ക്യാപിറ്റൽ A. So ടോ ഈക്വൽ ടു IA cross B എന്ന് എഴുതാം, or ടോ ഈക്വൽ ടു M into B എന്ന് എഴുതാം. What is M there?
M is called the magnetic moment, where M equal to I into A, product of current and area. Okay, magnetic moment. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടോർക്കിൻ്റെ ഡയറക്ഷൻ, ടോർക്ക് എന്ന് പറയുന്നത് R ക്രോസ് F അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്. തമ്മിലുള്ള ഇത് രണ്ടുമുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. സോ ടോ ഈക്വൽ ടു MB. ഇത് നമ്മൾ ഒരൊറ്റ കോയിൽ കൺസിഡർ ചെയ്തപ്പോഴാണ്. ഈ റെക്റ്റാങ്കുലർ കോയിലിൽ N ടേൺസ് ഉണ്ടെങ്കിലോ, ഇത് ഒരു ടേൺ മാത്രം കൺസിഡർ ചെയ്തപ്പോഴാണ് നമുക്ക് ടോ ഈക്വൽ ടു MB എന്ന് കിട്ടിയത്. സോ ഫോർ N ടേൺസ്, അത്രയും ചുറ്റുകളുണ്ടെങ്കിൽ, so the magnetic moment, if there are N turns in the coil, M equal to NIA, where capital N total number of turns in the coil, I current, A area of the coil. Now what is the unit? Unit എന്താണ് ഇതിൻ്റെ magnetic moment ൻ്റെ unit? N number of turns ആണ്, it's a mere number, unit ഇല്ല. I current ആണ്, ampere, A area, meter square. Okay, ampere meter square is the unit of magnetic moment. Important ആണ്, അത് ഓർത്തിരിക്കണം, ആംപിയർ മീറ്റർ സ്ക്വയർ എന്നുള്ളത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കേസ്, പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കേസ്, പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇൻക്ലൈൻഡ് ടു ദ ഫീൽഡ്. ഓക്കെ, നേരത്തെ കോയിലിൻ്റെ പ്ലെയിൻ ഫീൽഡിന് പാരലായിരുന്നു, ഇപ്പോൾ കോയിലിൻ്റെ പ്ലെയിൻ കുറച്ച് ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ let theta be the angle between perpendicular to the plane and direction of magnetic field. Magnetic field direction ഇതാണ്. ഈ ലൈൻ കാണിക്കുന്നത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ എപ്പോഴും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഇതെങ്ങനെയല്ലേ വരിക? ഇതാണ് പ്ലെയിനെങ്കിൽ ഇതായിരിക്കും പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഈ ചെരിഞ്ഞിരിക്കുന്ന പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലറാണ് ഇത്. അത് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ, റൈറ്റ്? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും ഫോഴ്സ് ആക്ടിങ് ഓൺ BC ആൻഡ് AD വിൽ ക്യാൻസൽ ഈച്ച് അതർ, റൈറ്റ്? സോ ഈ ഒരു സിറ്റുവേഷനിലും ഇവിടെ നമുക്ക് ഒരു ടോർക്ക് അനുഭവപ്പെടും. എങ്ങനെയാണ്? BC ആൻഡ് AD, BCയിലും ADയിലുള്ള ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ഈച്ച് അതർ. അതേസമയം ABയിലും CDയിലുള്ള ഫോഴ്സ് ക്യാൻസൽ ചെയ്യുന്നില്ല. ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, acting along different lines. Okay, so they constitute a couple and produces a torque. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ കേസിൽ നമുക്ക് ടോർക്കിനുള്ളൊരു ഇക്വേഷൻ കണ്ടെത്തണം. അതിന് ഈ BC എന്നുള്ള സൈഡ് മാത്രം ഒന്ന് റീഡ്രോ ചെയ്തതാണിത്. BC എന്നുള്ള സൈഡ് മാത്രം. ഓക്കെ, ദിസ് ഇസ് B, ദിസ് ഇസ് C. ഈ BCയിലെ ഈ B എന്നുള്ള പോയിൻറ്റ് ABയിലെ ഒരു പാർട്ടാണല്ലോ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് F1. ABയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് F1 എന്ന് മാർക്ക് ചെയ്തത്. അതുപോലെ CDയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് F2 എന്ന് മാർക്ക് ചെയ്തത്. ഓക്കെ, F2 ഫോഴ്സ് ആക്ടിങ് ഓൺ സൈഡ് CD. അപ്പോൾ C എന്നുള്ള പോയിന്റിൽ അതാണ് നമ്മൾ F2 എന്ന് മാർക്ക് ചെയ്തത്. B is the direction of magnetic field. This line represents normal to the plane of the coil. ഓക്കെ, ഇപ്പോൾ ചെരിഞ്ഞിട്ടല്ലേ പ്ലെയിൻ ഉള്ളത്, അതിൻ്റെ നോർമലാണ് ഇത്. ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇത് തീറ്റ ആകുമ്പോൾ F1ഉം F2ഉം ഈ രണ്ട് ഫോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്താണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് ടോർക്കിനുള്ള ഇക്വേഷൻ. ഫോഴ്സ് നമുക്കറിയാം, IBB ആണ് ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. വാട്ട് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? അതായത് F1ഉം F2ഉം തമ്മിലുള്ള അതിൻ്റെ ലൈൻസ് ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. F1 എന്നുള്ള ഫോഴ്സ് ഇങ്ങനെ ഇൻറ്റു ദ പ്ലെയിൻ ആണ്, F2 എന്നുള്ള ഫോഴ്സ് പുറത്തേക്കാണ്. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് അടുത്ത ഫിഗർ ഒന്ന് നോക്കൂ. സി ദിസ് ഫിഗർ. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മാറ്റി വരച്ചതാണിത്. ഈ ആംഗിൾ നമുക്കറിയാം തീറ്റ. ഓക്കെ, സോ PQ
represents the perpendicular distance between force F1 and F2. F1 ഉം F2 ഉം തമ്മിലുള്ള perpendicular distance PQ ആണ്. നേരത്തെ പ്ലെയിൻ ഫീൽഡിന് പാരലൽ ആയിരുന്നപ്പോൾ ആ BC എന്നുള്ള സൈഡ് തന്നെയായിരുന്നു perpendicular distance അല്ലേ? ഈ സിറ്റുവേഷൻ ആയിരുന്നു നേരത്തെ. പ്ലെയിൻ പാരലൽ ടു ഫീൽഡ് ആയിരുന്നപ്പോൾ F1 ഉം F2 ഉം തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് BC, അതായത് ഈ ലെങ്ത് A ആയിരുന്നു. ഇപ്പോൾ പ്ലെയിൻ ചെരിഞ്ഞിട്ടാണുള്ളത്. പ്ലെയിൻ ചെരിഞ്ഞിട്ടുണ്ടാവുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ചെരിഞ്ഞിട്ടല്ലേ ഈ ഒരു സൈഡ്. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ ട്രയാങ്കിൾ PQR എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രയാങ്കിൾ PQR. ഈ PQRൽ ദിസ് ഇസ് ആക്ച്വലി PR ഇസ് ആക്ച്വലി BC. PR ഈക്വൽ ടു BC ആണ്. സൈഡിൻ്റെ ലെങ്ത് ഈക്വൽ ടു A ആണ്. ഓക്കെ, PR ഈക്വൽ ടു BC ഈക്വൽ ടു A. ഇനി ഈ ആംഗിൾ തീറ്റയാണ്, അത് തന്നെയാണ് ഈ ആംഗിളും തീറ്റ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദർ പെർപെൻഡിക്കുലേഴ്സ്. ഈ രണ്ട് ലൈൻസിൻ്റെ പെർപെൻഡിക്കുലേഴ്സ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഈ ആംഗിളും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ PQR എന്നുള്ള ട്രയാങ്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ sin theta equal to PQ by PR. Okay, sin theta equal to PQ by PR. PQ equal to PR sin theta, that is equal to A sin theta. PR എന്ന് പറയുന്നത് A ആണ്. So A sin theta. PQ is the perpendicular distance between forces F1 and F2. Now you can substitute very easily. So torque is equal to IBB, that is force into perpendicular distance A sin theta. Okay, so perpendicular distance PQ equal to A sin theta നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ടോർക്ക് ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? സോ IBB into A sin theta, that is IAB sin theta, where A equal to A into B. A area equal to length into breadth. So A into B ക്ക് പകരം ക്യാപിറ്റൽ എന്ന് കൊടുത്തു. അങ്ങനെയാണ് IAB sin theta എന്ന് കിട്ടിയത്. which can be written as tau equal to IA cross B. Okay, IA cross B, that is the torque acting on the rectangular coil. Now suppose you have n turns in the coil n turns in the വിചാരിക്കൂ. So for n turns, tau can be written as NIA cross B. n turns ഉണ്ടെങ്കിൽ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് n into IA cross B, that is M cross B. What is M? നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്താണ്. M equal to NIA, magnetic moment. So torque is equal to M cross B എന്ന് കിട്ടും. Magnetic moment acting on the rectangular current carrying coil. So torque M cross B എന്നുള്ളത് നമുക്ക് MB sin theta എന്ന് എഴുതാം. Okay, tau equal to MB sin theta, and this is maximum when theta equal to 90 degree. That is when angle between magnetic moment അല്ലെങ്കിൽ ഏരിയ, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. അതും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. ദറ്റ് ഇസ് ഗിവൺ ബൈ MB. Okay, and torque is minimum when theta equal to 0, that is tau minimum equal to 0. ഈ ഒരു മാക്സിമം വാല്യൂ ഓഫ് ടോർക്കാണ് നമുക്ക് മുമ്പ് കിട്ടിയത്. അതായത് NIAB എന്ന് നേരത്തെ കിട്ടിയില്ലേ? പ്ലെയിൻ ഓഫ് ദ കോയിൽ പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എപ്പോഴാണ് തീറ്റ 90 ഡിഗ്രി ആവുക? തീറ്റ 90 ഡിഗ്രി ആവുന്നത് വെൻ പ്ലെയിൻ പാരലൽ ടു B. ഓക്കെ, അല്ലെങ്കിൽ normal to the plane perpendicular to B. ഇത് ഈ ഒരു ആംഗിള് മറന്നു പോരുത്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ടോർക്ക് മാക്സിമം ആവുന്ന എപ്പോഴാണ്? കോയിലിൻ്റെ പ്ലെയിനിൻ്റെ നോർമലും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആവുമ്പോൾ, അല്ലെങ്കിൽ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആകുമ്പോൾ. അതായത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിലാണ് ടോർക്ക് മാക്സിമം ആവുക. ആൻഡ് ടോർക്ക് ഇസ് മിനിമം വെൻ തീറ്റ ഈക്വൽ ടു. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
Thank you.